തമിഴ്നാടിന്റെ ചുമതലയുള്ള മഹാരാഷ്ട്ര ഗവർണർ വിദ്യാസാഗർ റാവു പ്രത്യേക ഓർഡിനൻസ് ഇറക്കിയതോടെയാണ് 3 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നടക്കാൻ പോകുന്നത്. ചെന്നൈ മറീന ബീച്ചിലെ വിദ്യാർത്ഥി യുവജന സമരവും തുടർന്ന് ലോകമൊട്ടുക്കുള്ള തമിഴർ നടത്തിയ പ്രതിഷേധങ്ങളുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഓർഡിനൻസ് ഇറക്കുന്നതിലേക്ക് നയിച്ചത്. പ്രധാനമായും മധുരയിലെ അലങ്കാനല്ലൂരിലും പാലമേട്ടിലുമാണ് സർക്കാർ താൽപര്യപ്രകാരം ജല്ലിക്കെട്ട് നടക്കുക. അതിന് സാക്ഷിയാകാനും ഉദ്ഘാടനം ചെയ്യാനുമായി മുഖ്യമന്ത്രി ഒ പന്നീർശെൽവം മധുരയിലുണ്ടാകും. നിരോധനം നീക്കം ചെയ്ത വാർത്ത വന്നതോടെ തമിഴ്നാട് മുഴുവൻ നാളെ ജല്ലിക്കെട്ട് നടക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. മധുരയിലെ അലങ്കാനല്ലൂരിൽ ജല്ലിക്കെട്ടിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തമിഴ്നാട്ടിലെ മറ്റു ഭാഗങ്ങളിലെ സമരസമിതിക്കാർ ഓർഡിനൻസിൽ തൃപ്തരായി സമരം പിൻവലിക്കാൻ തയ്യാറാകുമ്പോൾ മറീന ബീച്ചിലെ സമരക്കാർ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. நாங்கள் எங்களுடைய கலாச்சாரத்துக்கோசம் போராடுறது எங்களுக்கே கேவலமாக இருக்குது. ஏன் அப்படின்னா இது எங்களுடைய உரிமை. இதை நாங்கள் நடத்துறதுக்கு நீங்கள் என்ன அனுமதி கொடுக்கணும்? എന്നാൽ ഈ നിലപാടിന് ഇപ്പോൾ ലഭിച്ചു വരുന്ന ജനപിന്തുണ തുടർന്നും ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം. ജല്ലിക്കെട്ട് നടത്തുന്നതിനുള്ള താൽക്കാലിക പരിഹാരമല്ല തങ്ങൾക്ക് വേണ്ടതെന്നും എല്ലാ വർഷവും ജല്ലിക്കെട്ട് പൊങ്കലിനോടനുബന്ധിച്ച് നടക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടതെന്നാണ് സമരസമിതിക്കാർ പറയുന്നത്. ഒപ്പം തന്നെ ജല്ലിക്കെട്ട് നിരോധനത്തിന് കാരണക്കാരായ പെറ്റ എന്ന സംഘടനയെ നിരോധിക്കണമെന്നും സമരസമിതി ശക്തമായി ആവശ്യപ്പെടുന്നു. മറീന ബീച്ചിൽ നിന്ന് ക്യാമറമാൻ GLV പ്രസാദിനോടൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.